നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ഈ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, താങ്കൾ മിക്കപ്പോഴും പറയാറുണ്ട്, എൻ്റെ നക്ഷത്രത്തിന് സൗഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയിലേക്കെത്തും, ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകാൻ പോകുന്ന സമയമാണ് എന്നൊക്കെ. താങ്കൾ മാത്രമല്ല, പലരും പറയുന്ന കാര്യമാണ്. യൂട്യൂബിലെ ആസ്ട്രോളജി ചാനൽ കൈകാര്യം ചെയ്യുന്നവരൊക്കെയും പറയുന്ന കാര്യമാണ്, ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ സൗഭാഗ്യമാണ് എന്ന്. എന്നാൽ ജീവിതത്തിൽ എനിക്ക് മാത്രം എന്തേ ഒരു സൗഭാഗ്യം വന്നു ചേരാത്തത്? ഞാൻ പലവട്ടം പലർക്കും ദാനധർമ്മങ്ങൾ നടത്തി, ക്ഷേത്രദർശനം നടത്തി, ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി, ഇതൊക്കെ ചെയ്തിട്ടും എനിക്കെന്തേ ഒരു മാറ്റവും സംഭവിക്കാത്തത്? എൻ്റെ ജീവിതത്തിൽ മാത്രമെന്തേ ഒരു അത്ഭുതവും സംഭവിക്കാത്തത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന ഒട്ടനവധി ദേവീ ചൈതന്യമുണ്ട്. ഇവരുടെ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥന നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ആത്മാർത്ഥമായി വിശ്വസിച്ച് ആ ഒരു കാര്യം നടക്കും എന്ന വിശ്വാസത്തോടു കൂടി പോസിറ്റീവായി ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരു സൗഭാഗ്യമുണ്ടാകും, ഒരു നേട്ടമുണ്ടാകും. അതുപോലെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. മാസത്തിൽ ഒരു തവണയെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനമൊക്കെ നടത്തി നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുവാൻ കാരണമാകും. ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന കുലദൈവങ്ങളുണ്ട് എന്ന വിശ്വാസം നിങ്ങളിൽ വർദ്ധിപ്പിക്കും. അത് തീർച്ചയായും നിങ്ങൾ വിശ്വസിച്ചു പോകും. നിങ്ങൾ പോകേണ്ടത് കുലദൈവ ക്ഷേത്രത്തിൽ തന്നെയാണ്. അവിടെ വഴിപാടുകൾ നടത്തുക, ഒപ്പം ശിവക്ഷേത്ര ദർശനവും നടത്തുക. അവിടെ താങ്കളാൽ കഴിയുന്ന വഴിപാടുകൾ അർപ്പിക്കുക. ഭാഗ്യം ഏറെയാണ്. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകും. ഇന്നിവിടെ പറയുന്ന കുറച്ച് നക്ഷത്ര ജാതകർ, ഇവർക്ക് ഏഴരാണ്ട ശനിയും കണ്ടകശനിയും ഇനി ഇവരെ തൊടില്ല. ഒരു മഹാത്ഭുതത്തിന് സാക്ഷിയാകും ഈ നക്ഷത്ര ജാതകർ. ഇവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ആരാലും തകർക്കാൻ കഴിയാത്ത മഹാത്ഭുതങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശിവക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ ശിവൻ പകുതിയും പാർവതീദേവി പകുതിയുമായുള്ള രൂപത്തെ അർദ്ധനാരീശ്വരനായി സങ്കല്പിച്ച് പ്രാർത്ഥന നടത്തുക. അർദ്ധനാരീശ്വര സങ്കല്പത്തിലൂടെ ആണും പെണ്ണും ലോകത്ത് തുല്യരാണെന്ന് സ്ഥാപിക്കുന്നു. ശിവനും ശക്തിയും ഒന്നാണെന്നും ഒന്നുമില്ലാതെ മറ്റൊന്നില്ലെന്നും അറിയുക. ഒരു വലിയ മഹാത്ഭുതം സംഭവിക്കുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകർ. വേദജ്യോതിഷപ്രകാരം പലപ്പോഴും ശനിയുടെ ചലനത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ജീവിതത്തെ സ്വാധീനിക്കുന്നു. പലപ്പോഴും അത് കണ്ടകശനിയും ഏഴരശനിയും ജന്മശനിയും ആയി മാറുന്നതിലേക്കും കാര്യങ്ങളെത്തുന്നു. ജ്യോതിഷപ്രകാരം പറയുകയാണ് എങ്കിൽ ശനിയുടെയും അശുഭഫലങ്ങൾ അത്രയധികം ഭയപ്പെടുത്തുന്നതാണ്. ചിലരെ തീരാ ദുഃഖങ്ങളിൽ കൊണ്ടെത്തിക്കുന്നു. ചിലർക്ക് ഒരു മനസമാധാനവും ലഭിക്കില്ല. കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റമായിരിക്കും. ഇത്തരത്തിൽ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ പേറി സങ്കടങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രജാതകരുണ്ട്. എന്നാൽ ഇവരിൽ ചില നക്ഷത്രജാതകരുടെ സങ്കടങ്ങൾ 100% മാറിക്കിട്ടും. ഇത് എഴുതി വെച്ചോളൂ. ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഭയപ്പെടേണ്ട, ഇനി നിങ്ങളുടെയും നല്ല സമയം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ഭാഗ്യവും നേട്ടവും ശനി നൽകുന്നതാണ്. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. കണ്ടകശനി അവസാനിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ
അവർക്കാണ് ഈ ഒരു ഭാഗ്യം, ഈ ഒരു നേട്ടം, ഈ ഒരു ഉയർച്ച എല്ലാ രീതിയിലും രക്ഷപ്പെടുക. ശനി അതിൻ്റെ നേർരേഖയിൽ സഞ്ചരിക്കുന്നത് വഴി പലപ്പോഴും കണ്ടകശനി അവസാനിക്കുന്ന ചില നക്ഷത്രജാതകരുണ്ട്. ശനിദേവൻ കുംഭൻ രാശിയിലേക്കാണ് നേർരേഖ സഞ്ചാരം നടത്തുന്നത്. ഇത് ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദോഷഫലങ്ങളെ ഇല്ലാതാക്കി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടെത്തിക്കും. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളായിരുന്നു, ഒരുപാട് ദുഃഖങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന 2 രാശിക്കാരുണ്ട്. ഈ 2 രാശിക്കാർക്ക് ഇനി സമൃദ്ധിയാണ്, സന്തോഷമാണ്. ആ രാശിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കർക്കിടകൻ രാശിക്കാരാണ്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. കർക്കിടകൻ രാശിയിലെ പുണർദത്തിനും പൂയത്തിനും ആയില്യത്തിനും കണ്ടകശനി അവസാനിക്കാൻ പോകുന്നു. ഇനി ഇവരുടെ സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തും. അടുത്തത് വൃശ്ചികക്കൂറുകാരായ വിശാഖവും അനിഴവും തൃക്കേട്ടയുമാണ്. ഇവർക്കും വലിയ ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. നിലവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക ദിവസവും. പ്രഭാതത്തിൽ കിഴക്കുള്ള തിരിയും വൈകിട്ട് പടിഞ്ഞാറുള്ള തിരിയും ആദ്യം കത്തിക്കണം. നെയ്യിൽ വിളക്ക് കത്തിച്ചാൽ മഹാലക്ഷ്മി സാന്നിധ്യമുണ്ടാകും. ശിവനെ ദിവസവും ഭജിക്കുന്നത് സർവൈശ്വര്യങ്ങൾക്ക് കാരണമാകും. നിറയെ എള്ളെണ്ണ ഒഴിച്ചോ നെയ്യ് ഒഴിച്ചോ 2 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുക. അഗ്നിനാളങ്ങൾ മുകളിലേക്ക് ജ്വലിക്കുന്നത് ഉയർച്ചയെ സൂചിപ്പിക്കുന്നു. അങ്ങനെയൊരു ഉയർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നതായി അറിയുവാൻ സാധിക്കും. ഏതായാലും നിങ്ങൾക്കൊരു വലിയ സൗഭാഗ്യം, വലിയ ഒരു നേട്ടം വന്നു ചേരാൻ പോവുകയാണ്. കണ്ടകശനി അവസാനിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യമാണ്, നേട്ടമാണ്. കർക്കിടകൻ രാശിക്കും വൃശ്ചികൻ രാശിക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ശനിയുടെ നേർരേഖ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നു. പലപ്പോഴും പൂർത്തിയാകാതെ കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഒരു സർക്കാർ ജോലി കിട്ടുന്നു. മക്കൾക്ക് നല്ല ഉയർന്ന വിദ്യാഭ്യാസം, ജോലി ഒക്കെ ലഭിക്കുന്നു. എപ്പോഴും ഭാഗ്യം കൂടെ തന്നെ ഉണ്ടാകും ഈ നക്ഷത്രജാതകർക്ക്. അത്രയധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ 2 രാശിക്കാരും എത്തും. കർക്കിടകക്കൂറുകാരും വൃശ്ചികക്കൂറുകാരും. പുണർദവും പൂയവും ആയില്യവും വിശാഖവും അനിഴവും തൃക്കേട്ടയും ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. അതുപോലെ 7 ശനിക്കും അവസാനം വന്നു ചേരുന്ന നക്ഷത്രജാതകരുണ്ട്. അവർക്കും ഭയങ്കര മാറ്റങ്ങളാണ് വന്നു ചേരുക. പ്രയോജനം ചെയ്യുന്ന നക്ഷത്രജാതകർ മീനൻ രാശിക്കാർ. മീനൻ രാശിക്കാർക്ക് വളരെയേറെ ഗുണമായിരിക്കും വന്നു ചേരുക. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാടായിരിക്കും വന്നു ചേരുക. മീനൻ രാശിയിലെ പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയായിരിക്കും. അതുപോലെ തന്നെ മകരൻ രാശിക്കാർക്കും ഇത് ഭാഗ്യമാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം ഇവർക്കും സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. അതുപോലെ അവിട്ടം, ചതയം, പുരുരുട്ടാതി, കുംഭക്കൂറുകാർ ഇവർക്കും ഭാഗ്യമാണ്. 7 ശനി അതിൻ്റെ കഠിന ദോഷങ്ങളെ ഇല്ലാതാക്കുന്നു. ഈ ദോഷങ്ങളൊക്കെ മാറി ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ കഴിയും. 7 ശനിയുടെ ഫലങ്ങൾ എപ്രകാരമാണ് ഈ 3 രാശികളിലും അവസാനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചില ലക്ഷണങ്ങൾ ഇവർ കാണിക്കുന്നു. ഇവർക്ക് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകുന്നു. കൂടാതെ മാനസിക പിരിമുറുക്കത്തിന് അയവ് വരുന്നു. അതുമാത്രമല്ല, ഇടയ്ക്ക് ധനനേട്ടങ്ങൾ ഇങ്ങോട്ട് തേടി വരുന്നു. അങ്ങോട്ട് തേടിപ്പോകണ്ട, ഇങ്ങോട്ട് തേടി വരുന്നു. വിജയം എല്ലാ രീതിയിലും ഈ നക്ഷത്രജാതകർ രക്ഷിക്കുക തന്നെ ചെയ്യും. എല്ലാ രീതിയിലും നേട്ടമാണ്. അതുപോലെ തന്നെ പല രീതിയിലും ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ ബിസിനസ്സിൽ നേട്ടങ്ങളിലേക്ക് കുതിക്കുവാൻ സാധിക്കുന്നു.
പുതിയ ബിസിനസ് ആരംഭിക്കുന്നവർക്ക് അതിൽ പച്ചപിടിക്കാൻ സാധിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതാകുന്നു. പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ സാധിക്കുന്നു. അതുകൂടാതെ കഠിനമായി നിന്നിരുന്ന പല രോഗാവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിനും സാധിക്കുന്നു. ശനിയുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി നമുക്ക് ശനി വിഗ്രഹത്തിന് മുന്നിൽ കടുകെണ്ണ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസം ശനിക്ക് പ്രത്യേക പൂജയൊക്കെ നടത്തുന്നതും ഒരുപാട് സൗഭാഗ്യവും നേട്ടവും ഒക്കെ കൊണ്ടുതരും. ഏതായാലും ഈ പറഞ്ഞ 5 രാശിക്കാർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ്, നേട്ടത്തിലേക്കാണ് ഇവർ പോകുന്നത്. കർക്കിടകക്കൂറിലെ പുണർതം, പൂയം, ആയില്യം, വൃശ്ചികക്കൂറിലെ വിശാഖം, അനിഴം, തൃക്കേട്ട, മീനക്കൂറിലെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, ഉത്രാടം, തിരുവോണം, അവിട്ടം മകരക്കൂറുകാർ, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, കുംഭക്കൂറുകാർ. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക.